എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളൊന്ന് സബ് ചെയ്യുക. ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾ ഏത് പ്രശ്നത്തിനും ഉടനടി പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ കാര്യത്തിലടക്കാം എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്, പൂജാമുറി ആരുടെ ഫോട്ടോയാണ് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ എൻ്റെ പൂജാമുറിയിൽ 10-12 ഈശ്വരന്മാരുടെ ഫോട്ടോ ഉണ്ട്, ഇല്ലെങ്കിൽ ഫോട്ടോ ഉണ്ട്, അതൊക്കെ വെച്ചാൽ എനിക്ക് ദോഷം ഉണ്ടാവുക. ഇല്ലെങ്കിൽ അവിടെ ഒരു ഫോട്ടോ, ഇവിടെ ഒരു ഫോട്ടോ. അപ്പോൾ ചില ഫോട്ടോകളൊക്കെ കേടാകുന്നു, വിഗ്രഹങ്ങൾ വെച്ച് അതിന് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൂജാമുറിയെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് പൂജാമുറി. അത് നമ്മുടെ മനസ്സിൽ ഏത് ഈശ്വര രൂപത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാണ്, അത് ഏത് ഈശ്വരന്റെ രൂപമാണ്. ശരിക്ക് ചിലവർക്ക് കൊടുങ്ങളോട് അമ്മ, അപ്പോൾ ചില ആൾക്കാർക്ക് ഭദ്രയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചാൽ ദോഷമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നതാണ്, ഈശ്വരന്റെ ഫോട്ടോ വെച്ചാൽ ദോഷം ഉണ്ടാകും, ഇല്ലെങ്കിൽ മുരുകന്റെ ഫോട്ടോ വെച്ചാൽ ദോഷം ഉണ്ടാകും, മുരുകൻ കാവ്യെടുത്ത് വെച്ച ഫോട്ടോ വെക്കുകയാണെങ്കിൽ വീട്ടിൽ ദുഃഖമാണെന്നൊക്കെ പറയും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ ഏത് ഫോട്ടോയാണ് വെക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. പൂജാമുറി ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോട്ടോകൾ മാത്രം വെക്കുക. പിന്നെ ശിവലിംഗ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോയ്ക്ക് വെക്കാവുള്ളൂ. അല്ലാതുള്ള രീതിയിൽ വെച്ച് പൂജയ്ക്ക് വെക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് ദോഷമായ മുറി. അല്ല, ഫോട്ടോ നമുക്ക് ഏത് രീതിയിലുള്ള വെക്കാം. ഒപ്പം തന്നെ ഫോട്ടോയുടെ അടുത്ത് വെച്ച് വിളക്ക് കത്തിക്കരുത്. അപ്പോൾ അങ്ങനെ ഗ്ലാസ് കട്ടി ചൂടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് പൊട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ദോഷമെന്ന് വിചാരിക്കും. അപ്പോൾ വിളക്ക് അടുത്ത് വെക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വിളക്ക് ഇച്ചിരി മാറ്റി വെക്കുക. ഏത് ഈശ്വരന്റെ ഫോട്ടോയും നമുക്ക് പൂജാമുറി വെക്കാം. പൂജാമുറി വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ വെക്കുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഇല്ല. കൃഷ്ണ വിഗ്രഹം വെക്കാം. ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ, സുബ്രഹ്മണ്യന്റെ, അങ്ങനെ ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പൂജാമുറി വെക്കാം. ഇതിന് യാതൊരു രീതിയിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ, എത്ര ഫോട്ടോ വേണമെങ്കിലും കുബേരനെ വെക്കാം. ഏത് രീതിയിലുള്ള ഫോട്ടോകളോ കാര്യങ്ങളൊക്കെ നമ്മുടെ പൂജാമുറി വെച്ചാൽ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇല്ല. ഒപ്പം തന്നെ പൂജാമുറി നല്ല രീതിയിൽ തന്നെ നോക്കുകയും ചെയ്യണം. പൊടിപടലങ്ങളൊക്കെ വീഴാതെ ശ്രദ്ധിക്കുക, അന്നൊന്നും തുടയ്ക്കുക. ഒപ്പം തന്നെ വിളക്ക് 2 നേരവും വിളക്ക് 2 നേരം കഴുകാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമ്മളൊരു തുണി വെച്ച് തുടയ്ക്കുക. ഒപ്പം തന്നെ പൂജാമുറി കത്തിക്കേണ്ടത് നെയ്യ് ഉപയോഗിച്ചാണ് പൂജാമുറി വിളക്കിടേണ്ടത്. വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ ചാർത്തി മാലയിടാം, ഉടയാട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പല രീതിയിലുള്ള മാലകൾ, ഇല്ലെങ്കിൽ കിരീടങ്ങൾ. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണ വിഗ്രഹത്തിൽ നമുക്ക് മൈപ്പിലി ചേർത്ത ഉടയാട് ഉപയോഗിക്കാം, നമുക്ക് തുളസിമാല കെട്ടാം, നമുക്ക് ഇഷ്ടമുള്ള നേദ്യങ്ങളൊക്കെ സമർപ്പിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളില്ലേ. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കും, നമ്മൾ ഈശ്വരനെ വിളിക്കുന്ന എന്തിനാണ്? നമ്മുടെ പ്രശ്നങ്ങൾ പറയണം. അപ്പോൾ ദോഷമുള്ള, ഇപ്പോൾ ഈശ്വരൻ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഇതിൽ വെച്ച് ഈശ്വരൻ കോപിക്കും, ഇല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. അപ്പോൾ ചില ആൾക്കാർ ഇതൊക്കെ അമ്പലത്തിലെ ചെയ്യാറ്, വീട്ടിൽ ചെയ്യുക, വീട് അമ്പലമായി പറയാം, അത് വെറും തെറ്റിദ്ധാരണയാണ്. ഈശ്വരൻ എവിടെയുണ്ടോ അവിടെയാണ് നമ്മളുള്ളത്, അല്ലേ? അപ്പോൾ നമ്മുടെ പൂജാമുറി കൃഷ്ണന് പാൽപ്പായസം ഉണ്ടാക്കി വെക്കാം. അത് പാൽപ്പായസം സങ്കല്പിച്ചുണ്ടാക്കി അവിടെ വെക്കുക. അതായത് പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അവിടെ ഇത് ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നെന്ന് നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ പൂജാമുറി മറ്റുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവർക്കും നമുക്ക് പായസം കൊടുക്കാം. ഒപ്പം തന്നെ കണി വെക്കാം. ഒപ്പം തന്നെ രാവിലെ കുളിച്ച് പൂജാമുറിയിൽ അഷ്ടോത്തരങ്ങൾ, ഇല്ലെങ്കിൽ മഹാദേവന്റെ പ്രാർത്ഥനകൾ, ഇല്ലെങ്കിൽ നാമങ്ങൾ, ഗണേശര അഷ്ടോത്തരം, നമ്മൾ ഏത് മൂർത്തിയാണ് നിൽക്കുന്ന ആ മൂർത്തിയുള്ള അഷ്ടോത്തരങ്ങളും നാമങ്ങളും കാര്യങ്ങളും സൂക്തങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാം. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ. അപ്പോൾ പൂജാമുറിയുള്ള ആൾക്കാരൊക്കെ പേടിക്കേണ്ട കാര്യമില്ല. പൂജാമുറിയിൽ ഇഷ്ടമുള്ള വിഗ്രഹങ്ങളും ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പോൾ വിഗ്രഹങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് കൃഷ്ണ വിഗ്രഹം അല്ല, ശിവലിംഗം, മറ്റുള്ള കാര്യങ്ങളൊന്നും വെക്കരുത്. ഒപ്പം തന്നെ ശാസ്താവിൻ്റെ, ഹനുമാന്റെ ഫോട്ടോ പൂജാമുറിയിൽ വെക്കുന്നതിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പൂജിക്കുമ്പം അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവർ രണ്ടുപേരും ബ്രഹ്മചാരിയാണ്. അപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരെ നല്ല പോലെ ഇരുത്തണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അയ്യപ്പൻ്റെ ഫോട്ടോ ശബരിമലയ്ക്കൊക്കെ പോകാൻ നമ്മൾ ചുമ്മാതെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. അതെങ്കിൽ വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കാനുണ്ടെങ്കിൽ അത് പ്രത്യേകം, അത് ശ്രദ്ധയോട് വേണം. അവിടെ മത്സ്യമാംസാദികൾ അതിൻ്റെ മുമ്പിലൊന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഫോട്ടോ വെച്ച് നിത്യം വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ. പൂജാമുറി ഉള്ളവർക്കാണെങ്കിൽ അയ്യപ്പൻ്റെ ഫോട്ടോകളോ കാര്യങ്ങളോ ഹനുമാൻ സ്വാമിയുടെ ഒക്കെ വെക്കാം. വിഗ്രഹങ്ങളോ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്ക് അയ്യപ്പനെ മാത്രം വിളക്ക് വെക്കുന്ന വ്യക്തികൾ ആ ഒരു രീതിയിൽ തന്നെ, ആചാര രീതിയിൽ തന്നെ ചെയ്യുക. ഒപ്പം തന്നെ നല്ല രീതിയിൽ വൃത്തിയായി, അതായത് പ്ലാവിൻ്റെ പീഠത്തിൻ്റെ പുറത്ത് ഫോട്ടോ വെച്ച് ഒരു പട്ട് വിരിച്ചിട്ട് വിളക്ക് വെക്കാം. അത് വളരെയധികം ഉത്തമമാണ്. ഒപ്പം തന്നെ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2 മുറി ഒരു അടുക്കളയുള്ളെങ്കിൽ ഒരു വ്യക്തി ഹനുമാനെ അയ്യപ്പനെ വിളക്ക് കത്തിക്കാനാണെങ്കിൽ അത് അതിൻ്റെ ആ മൂലയ്ക്ക് ഒരു കബോർഡ് പോലെ അടിച്ചിട്ട് അവിടെ വെച്ചാൽ മതി. അപ്പോൾ ഒരു കർട്ടൻ പോലെ ഇട്ടാൽ മതി. വിളക്ക് വെക്കുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യുക, വിളക്ക് വെക്കാത്ത സമയത്ത് അത് മൂടിയിടുക. ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും.
ബാക്കി ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്ത് ഒരു അതിര് പോലെ തിരിച്ച് ബോർഡിലാക്കി. അപ്പം ബാക്കി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ദോഷങ്ങൾ. കാരണം നമ്മൾ വിളക്ക് വെക്കുമ്പോഴാണ് കർട്ടൻ മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കർട്ടൻ മാറ്റുന്നത്. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ പൂജാമുറിയിലെ സംശയങ്ങളൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് മുഖാന്തരം ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാനൊരു കാര്യം കൂടെ പറയുന്നത്, നമ്മുടെ പൂജാമുറിയിൽ ഏത് ഈശ്വരൻ്റെ ഫോട്ടോ വേണമെങ്കിലും വെക്കാം, വിഗ്രഹങ്ങളോ കാര്യങ്ങളൊക്കെ വെക്കാം. ശിവലിംഗം ഒഴികെയുള്ള ശിവലിംഗം വെച്ചാലുള്ള രീതി എന്ന് വെച്ചാൽ ശിവലിംഗത്തിന് പോസിറ്റീവ് എനർജി വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ ഒരു ശിവലിംഗമായിട്ട് ആരാധന ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പെട്ടെന്നൊരു ഊർജ്ജം ഉണ്ടാകും. അതായത് കൂടുതലായിട്ട് തന്നെ ഭഗവാന്റെ പെട്ടെന്ന് ചൈതന്യം, അത് വേണ്ട പോലെ പരിപാലിച്ചില്ലെങ്കിൽ നെഗറ്റീവ്പരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ശിവലിംഗ ആരാധന പാടില്ലെന്ന് പറയുന്നത്. ശിവലിംഗ ആരാധന നമ്മൾ വീടുകളിൽ വെക്കുമ്പോൾ അത് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ആചരിച്ച് വേണം വെക്കാൻ. അല്ല മറ്റുള്ള രീതിയിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇല്ലെങ്കിൽ ശിവലിംഗം മേടിച്ച് നമ്മൾ ഷോ കേസിലോ ഇല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ നടരാജ വിഗ്രഹമൊക്കെ ഒത്തിരി സ്ഥലത്തേക്ക് ഇരിപ്പുണ്ട്. അതൊക്കെ വെക്കുന്നുണ്ട്, യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നത്.